ഇൻകം ടാക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ടോപ്പിക്സാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇതിലാദ്യമായിട്ട് അസസ്മെൻറ്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ വർഷത്താണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രീവിയസ് എന്ന് വിളിക്കുക, പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് ഏത് വർഷമായിരിക്കും, തൊട്ടടുത്ത വർഷമായിരിക്കും. ആ വർഷമാണ് അസസ്മെൻറ്റ് ഇയർ. അപ്പം ഈ ഒരു നമുക്ക് കിട്ടിയ ഇൻകം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ടാക്സ് ലാബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുക, ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക അസസ്മെൻറ്റ് എന്നാണ്. അപ്പം ഏത് വർഷമാണോ അസസ്മെൻറ്റ് നടക്കുന്നത് ആ വർഷത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ 2018-19 ആണ്. അസസ്മെൻറ്റ് ഇയർ എന്താണ്, 2019-20. അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ ഹെഡ്സ് ഓഫ് ഇൻകം. ഇൻകം ടാക്സ് പഠിക്കുമ്പം എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഹെഡ്സ് ഓഫ് ഇൻകം. അതും ആ ഓർഡറിൽ തന്നെ പഠിക്കണം. ഫസ്റ്റ് വരുന്നത് ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. നമ്മുടെ ഈ ഒരു 5th സെമസ്റ്ററിൽ നമുക്കിതിൽ വരുന്ന ഫസ്റ്റ് 3 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് പഠിക്കാനുള്ളത്. ബാക്കി വരുന്ന 2 ഹെഡ്സ് ഓഫ് ഇൻകം നമ്മുടെ അടുത്ത സെമസ്റ്ററിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, 6th സെമ്മിലാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അസസ്മെൻറ്റ് എന്നാണ് നമ്മളിത് പറഞ്ഞു നേരത്തെ. എന്തുകൊണ്ടാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്? കാരണം ആ വർഷമാണ് അസസ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അസസ്മെൻറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. അപ്പം അസസ്മെൻറ്റ് ഇസ് ദി പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി ഇൻ ദ പ്രീവിയസ് ഇയർ ആൻഡ് ദി ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലാബിലിറ്റി. പ്രീവിയസ് ഇയറിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിൻ്റെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ അതിൻ്റെ ടാക്സ് ലാബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് അസസ്മെൻറ്റ് ഇയറിലാണ്. ആ ഒരു പ്രോസസ്സാണ് അസസ്മെൻറ്റ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഗ്രോസ് ടോട്ടൽ ഇൻകം വേണം, ഒന്ന് ടോട്ടൽ ഇൻകം വേണം. അപ്പോൾ നമ്മൾ നേരത്തെ 5 ഹെഡ്സ് ഓഫ് ഇൻകം പഠിച്ചില്ലേ, 5 ഹെഡ്സ് ഓഫ് ഇൻകം. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഫിഗറിനാണ് നമ്മളിന്ന് വിളിക്കുക ഗ്രോസ് ടോട്ടൽ ഇൻകം അഥവാ GTI. അപ്പോൾ അതാണ് അവിടെ ഇക്വേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. GTI ഈസ് ഈക്വൽ ടു ഇൻകം ഫ്രം സാലറി പ്ലസ് ഹൗസ് പ്രോപ്പർട്ടി പ്ലസ് ബിസിനസ് ഓർ പ്രൊഫഷൻ പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് പ്ലസ് അതർ സോഴ്സ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, ടോട്ടൽ ഇൻകം കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ മേക്കിംഗ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ടിനാണ് എന്ന് വിളിക്കുക ടോട്ടൽ ഇൻകം. അപ്പോൾ ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു GTI മൈനസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. ഇപ്പോൾ നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ച് വെച്ചാൽ മതി. നമുക്ക് അടുത്ത സെമസ്റ്ററിലാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത്. ദെൻ വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇത് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് essay ടൈപ്പൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ തിയറീസും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു ഇൻഡിവിജ്വൽ ഇവിടെ ലഭിക്കുന്ന ഇൻകത്തിന് ടാക്സ് അടയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിലാണ്. അപ്പം നമ്മൾ കുറച്ച് കണ്ടീഷൻസൊക്കെ വെച്ചിട്ടാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാം. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ പ്രധാനമായിട്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻഡിവിജ്വൽസിനെ. ഒന്ന് റെസിഡൻ്റ് എന്നും ഒന്ന് നോൺ റെസിഡൻ്റ് എന്നും. റെസിഡൻറ്റിനെ വീണ്ടും നമ്മൾ എന്ത് ക്ലാസിഫൈ ചെയ്യുന്നു, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെക്കുക. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ പ്രധാനമായിട്ടും 2 ക്ലാസിഫിക്കേഷനാണ്, റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും. ദെൻ അവിടെ എഗെയിൻ നമ്മൾ എന്ത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും. അപ്പോൾ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് നമ്മൾ ഷോർട്ടായിട്ട് ഇങ്ങനെ വിളിക്കാറുണ്ട് ROR. ഓക്കെ ആണല്ലോ, യെസ്. ഇനി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് നമ്മൾ വിളിക്കുക RNOR എന്നാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ ഈ റെസിഡൻസ് സ്റ്റാറ്റസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് 2 കണ്ടീഷൻസിൻ്റെ ബേസിലാണ്. അതിലൊന്നാമത് ബേസിക് കണ്ടീഷനാണ്, രണ്ടാമത് അഡീഷണൽ കണ്ടീഷനാണ്. അപ്പോൾ ബേസിക് കണ്ടീഷനിൽ നമുക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്.
ബേസിക് കണ്ടീഷൻ എത്ര കണ്ടീഷൻ ഉണ്ട്? 2 കണ്ടീഷൻ. ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇവിടെ ഓർ കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ നിങ്ങൾ. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്താ? യു ആർ പ്രസൻറ്റ് ഇൻ ഇന്ത്യ 182 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. ഇനി അതില്ലെങ്കിൽ ഓർന്നാണ് കേട്ടോ, ഇത് ഓറാണേ. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്താ? യു ആർ പ്രസൻറ്റ് ഇൻ ഇന്ത്യ ഫോർ 60 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ആൻഡ് 365 ഡേയ്സ് ഓർ മോർ ഇൻ ദി 4 ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ എത്ര ദിവസമാണ്? 60 ദിവസം. ഇനി പ്രീവിയസിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിലാണ് എന്ത് വേണ്ടത്? 365 ദിവസം വേണ്ടത്. ഓക്കെ. അപ്പം ഫസ്റ്റ് ബേസിക് കണ്ടീഷനിൽ പ്രീവിയസ് ഇയറിൽ 152 ദിവസം മതി. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്താ? പ്രീവിയസ് ഇയറിൽ 60 ദിവസം വേണം. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിൽ എത്ര ദിവസം വേണം? 365 ദിവസവും വേണം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അഡീഷണൽ കണ്ടീഷനിലേക്ക് പോവാം. അഡീഷണൽ കണ്ടീഷൻ എന്താ പറയുന്നത്? യു ഹാവ് ബീൻ എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഇവിടെ നമ്മളോട് പറയുന്നത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷങ്ങൾ 2 വർഷം എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്? റെസിഡൻ്റ് ആയിരിക്കണം എന്നാണ്. ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്, റെസിഡൻ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. റെസിഡൻ്റ് ആയിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? റെസിഡൻ്റ് ആയിരിക്കണം എന്ന് എന്താണ്? ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതെങ്ങനെയാണ്? പ്രീവിയസിന് തൊട്ട് മുമ്പുള്ള 10 വർഷങ്ങൾ 2 വർഷമാണ്. ഇനി നേരത്തെ നമ്മൾ എന്താ കണ്ടത്? ഓറാ കണ്ടത്. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ആൻഡാണ്. ഓക്കെ. അപ്പം ഇവിടെ അഡീഷണൽ കണ്ടീഷൻസിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം, അതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്താണ്? ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് 7 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷങ്ങളിൽ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം? 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും. ഓക്കെ. ഇനി ഈ കണ്ടീഷൻസിൻ്റെ ബേസിൽ എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അതും കൂടി നോക്കാം. റെസിഡൻസ് സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരാളെ എപ്പോഴാണ് നമ്മൾ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കുക? ഒരാളെ എപ്പോഴാണ് നമ്മൾ ROR എന്ന് വിളിക്കുക? റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്തും സാറ്റിസ്ഫൈ ചെയ്യണം? 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ശ്രദ്ധിക്കണേ, ബേസിക് കണ്ടീഷനിൽ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം, അതേപോലെ തന്നെ അഡീഷണലിൽ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അയാളെന്ന് വിളിക്കും? റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. ഇനി എപ്പോഴാണ് ഒരാളെ നമ്മൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് വിളിക്കുക? ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ 2 ബേസിക് കണ്ടീഷനും എന്ത് ചെയ്തിട്ടില്ല? സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. നോട്ട് സാറ്റിസ്ഫൈങ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ്. അഡീഷണൽ കണ്ടീഷൻസിൽ 2ഉം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അയാളെ നമ്മൾ എന്താ വിളിക്കുക? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഇനി എപ്പോഴാണ് ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ നോൺ റെസിഡൻറ്റ് എന്ന് വിളിക്കുക? നോട്ട് സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അവരെ നമ്മൾ എന്താ വിളിക്കുക? നോൺ റെസിഡൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് മൈൻഡിൽ ഫിക്സ് ചെയ്യുക. ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത്, എപ്പോഴാണ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി ആവുന്നത്, എപ്പോഴാണ് നോൺ റെസിഡൻ്റ് ആവുന്നത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.